കേരളത്തിലൊരു മാറ്റം കൊണ്ടുവരികയാണ് ലക്ഷ്യമെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ 24-നോട്. വികസനത്തിന്റെ സന്ദേശം എല്ലായിടത്തും എത്തിച്ച് മാറ്റം കൊണ്ടുവരും. എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ടീമായിരിക്കും ഉണ്ടാവുക. ബി.ജെ.പിയിൽ തനിക്കായ ഒരു ടീമും ഉണ്ടാകില്ല എന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. 24 എക്സ്ക്ലൂസീവ് എസ് ശ്രീകാന്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ 24-നൊപ്പം ചേരുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റ്സ്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു പദവിയിലേക്കാണ് അങ്ങ് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ അതിൽ നമ്മളിപ്പോൾ അതിനകത്ത് ചോദിക്കാനുള്ളത്, ബി.ജെ.പി. അല്ലാതെ മറ്റൊരു പാർട്ടി ഇത്രയും വലിയൊരു റിസ്ക്, അതായത് എം.വി. ഗോവിന്ദനാണ് ഒരു വശത്ത് നിൽക്കുന്നത്, പരമ്പരാഗത രാഷ്ട്രീയക്കാരനാണ്. ഒരു ഭാഗത്ത് കെ സുധാകരനും വി ഡി സതീശനെയും പോലെയുള്ള ആളുകൾ നിൽക്കുന്നു. പക്ഷേ ബി.ജെ.പി. പോലൊരു പാർട്ടി ഒരു കേരള രാഷ്ട്രീയത്തിന് പരിചിതമല്ലാത്ത ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. എന്താണ്, എങ്ങനെയാണ് അങ്ങനെ നോക്കിയത്? അപ്പം ഞാൻ മതിയല്ല പറഞ്ഞത്. ശരി, അല്ല, അതെല്ലാം നോക്കിയിട്ടല്ല ഞങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്കൊരു ഒരു സ്ട്രാറ്റജി ഉണ്ട്. ഞങ്ങളുടെ പാർട്ടി നമ്മുടെ കേരള നാടിന് വേണ്ടി ഒരു മാറ്റവും ഇവിടുത്തെ ഇക്കണോമിക് ട്രജക്ടറിക്ക് ഒരു മാറ്റം കൊണ്ടുവരാൻ ഒരു വിഷനുണ്ട്. അതിന് വേണ്ടി ഞങ്ങൾ അധ്വാനിക്കാനും അതിനു വേണ്ടി ജനങ്ങളുടെ അടുത്ത് പോയി ബി.ജെ.പി. എന്തിയാണ് ഈ കേരളയിൽ മാറ്റം കൊണ്ടുവരാൻ ഒരു കഴിവുള്ളൊരു പാർട്ടിയും ഒരു മുന്നണിയെന്ന് ഞങ്ങൾ പറയും. അതിൽ ഏത് പാർട്ടീൻ്റെ ഏത് ലീഡറാണെങ്കിലും ഞങ്ങളുടെ അടുത്ത് ഉള്ളത് പെർഫോമൻസ്, പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് എന്ന് പറഞ്ഞ സാധനം അത് ഞങ്ങളുടെ അടുത്ത് മാത്രമേ ഉള്ളൂ. മറ്റൊരു 40 കൊല്ലമായിട്ട് രാഷ്ട്രീയം കളിക്കുന്ന ആൾക്കാരും 50 കൊല്ലമായിട്ട് രാഷ്ട്രീയം ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവും. ഈ പുതിയ ഇന്ത്യയിലും ഈ പുതിയ വികസിത ഭാരതം ഉണ്ടാക്കുന്ന വികസിത കേരളം വേണ്ട ജനങ്ങൾക്ക് അതല്ല വേണ്ടത്. അവർക്ക് വേണ്ടത് പുരോഗതി, വികസനം, അവർക്ക് റെവല്യൂഷൻ, ഐഡിയോളജി, കാൾ മാർക്സ്, ജവഹർലാൽ നെഹ്റു അല്ല വേണ്ടത്. അവർക്ക് വേണ്ടത് ഒരു ഭാവി, ഒരു പുത്തൻ കേരള. അതിൽ തൊഴിൽ, അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ്, അതിൽ സ്കിൽസ്, അതിൽ അവസരങ്ങൾ, അതാണ് അവർക്ക് കേൾക്കേണ്ടത്. ഇവരെല്ലാം അവരുടെ റെവല്യൂഷനും അവരുടെ ഐഡിയോളജി എല്ലാം പറഞ്ഞു നടക്കുന്ന ആൾക്കാരാണ്. എത്രയോ കൊല്ലം നടന്നു. ഞങ്ങളൊരു ഒരു 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 ഡിഫറെൻറ്റ് പാർട്ടിയാണ്. ഞങ്ങളൊരു ഐഡിയോളജി ഒരു ഡിഫറെൻ്റാണ്. ഞങ്ങൾ വികസനം, പുരോഗതിൻ്റെ ഒരു പോളിറ്റിക്സ് ചെയ്യുന്ന ഒരു മുന്നണിയാണ്, പാർട്ടിയാണ്. അത് ഞങ്ങൾ ചെയ്യും. ഇപ്പോൾ ബി.ജെ.പിക്കുള്ളിൽ മാത്രമല്ല ഈ ഒരു മാറ്റം, കേരള രാഷ്ട്രീയത്തിന് തന്നെ ഇതൊരു പുതുമയാണ്. കാരണം കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഒരു മാറ്റത്തിൻ്റെ ഒരു തുടക്കം പോലെയാണ് തോന്നുന്നത് ഇത്. അങ്ങ് എന്താണ് കേരളത്തിന് വേണ്ടി നൽകാൻ ഉദ്ദേശിക്കുന്നത്? എൻ്റെ ഒരു അസസ്മെൻറ്റിലും എൻ്റെയും ബി.ജെ.പിൻ്റെ ഒരു അസസ്മെൻറ്റിലും കേരള രാഷ്ട്രീയം ഒരു ഇൻഫ്ലക്ഷൻ പോയിന്റിലാണ്. 72-73 കൊല്ലം ഈ കോൺഗ്രസും ലെഫ്റ്റിൻ്റെ ഒരു ജുഗൽബന്ദി എന്ന് പറയുന്ന ഹിന്ദി വേർഡിൽ അവരിങ്ങനെ ഓരോന്നായിട്ട് കളിച്ച് നമ്മളുടെ കേരള നാടിൻ്റെ ഇക്കോണമി എല്ലാം തകർത്ത് ഇന്ന് ഇങ്ങനത്തെ ഒരു സ്ഥിതി, കടമില്ലാണ്ട് സർക്കാർ നടക്കാൻ പറ്റാത്തൊരു സ്ഥിതി ആക്കി വെച്ചിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും കാണാം. ആശാ വർക്കേഴ്സിന് കൊടുക്കാൻ ശമ്പളത്തിന് കാശില്ല, KSRTC കൊടുക്കാൻ കാശില്ല, CPOന് റിക്രൂട്ട് ചെയ്യാൻ കാശില്ല, പെൻഷനേഴ്സിന് കൊടുക്കാൻ കാശില്ല. അതുകൊണ്ട് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇനി ഈ ഒരു മോഡൽ, അത് കാൾ മാർക്സിൻ്റെ മോഡലാണോ നെഹ്റുവിൻ്റെ മോഡലാണോ ഏത് മോഡലാണെങ്കിലും ഇതിനൊരു ഫ്യൂച്ചറില്ല. അതുകൊണ്ട് ഇവിടെ ഒരു മാറ്റം വേണം. എന്നിട്ട് നോക്കൂ, ഇന്നത്തെ ഈ യുവാക്കൾ അവർ പഠിച്ച് മനസ്സിലാക്കുന്നുണ്ട് ഈ ഗ്ലോബൽ ചേഞ്ച്, ടെക്നോളജി മേഖലയിൽ എന്തെല്ലാം ചേഞ്ച്, അത് ഇവിടെ ഒരു അവസരമൊന്നും കിട്ടുന്നില്ല. അവരെല്ലാവരും പുറത്തു പോകുന്നു. ഈ ടാലൻറ്റഡ് കുട്ടികൾ പുറത്തു പോകുമ്പോൾ ഇവിടെ പിന്നെ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും വരില്ല. ഞാൻ എപ്പോഴും പറയും, ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് കുട്ടികളും ടാലൻറ്റ് ഉള്ള സ്ഥലത്താണ് പോകുന്നത്. ടാലൻറ്റ് പോകുന്നത് അവസരങ്ങൾ ഉള്ള സംസ്ഥാനത്ത്. അപ്പോൾ ഇവിടെ അവസരങ്ങളില്ലെങ്കിൽ ഇവിടുത്തെ ടാലൻറ്റ് വേറെ എവിടെയെങ്കിലും പോകും. ഇവിടുത്തെ ടാലൻറ്റ് വേറെ എവിടെയെങ്കിലും പോകുമ്പോൾ ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരില്ല. ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരില്ലെങ്കിൽ തൊഴിൽ ഉണ്ടാവില്ല, ഇവിടുത്തെ ഇക്കോണമി എക്സ്പാൻഡ് ആവില്ല. അതുകൊണ്ട് ഇതാണ് ഒരു പുതിയ റിയാലിറ്റി. അതിൽ
എത്ര കാൾ മാർക്സിൻ്റെ റെലവൻസ് ഉണ്ടോ, എത്ര ജവഹർലാൽ നെഹ്റുവിൻ്റെ റെലവൻസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അവർ പറയും. രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുമ്പോൾ ഒരു വികസന നായകൻ എന്നൊരു പ്രതിച്ഛായയാണുള്ളത്. പക്ഷേ BJP ഒരു പ്രത്യയശാസ്ത്ര അടിത്തറയും കൂടിയുണ്ട്. ഇതിനെ രണ്ടിനെയും ഒരുമിച്ച് എങ്ങനെ കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് അങ്ങ് പ്രതീക്ഷ? ഇല്ല, ഞാൻ അങ്ങനെ ഒരു കോൺട്രഡിക്ഷൻ ആയിട്ടൊന്നും കാണുന്നില്ല. ഞാനൊരു വികസന നായകനൊന്നുമല്ല. ഞാൻ 11 കൊല്ലം നരേന്ദ്രമോദിജി ഒരു ദുർബലമായ ഇന്ത്യൻ ഇക്കോണമീനെ എവിടുന്ന് എങ്ങോട്ട് കൊണ്ടുപോയി ഞാൻ കണ്ട് പഠിച്ച് മനസ്സിലാക്കിയ ഒരു രാഷ്ട്രീയക്കാരനാണ്. എനിക്കറിയാം ഇതാണ് ഒരു പുതിയ രാഷ്ട്രീയം, ഇതാണ് ജനങ്ങൾക്ക് വേണ്ട ഒരു ഭാവി, ഇതാണ് ജനങ്ങൾക്ക് വേണ്ട ഒരു ഫ്യൂച്ചർ, ഡെവലപ്മെൻറ്റ്, തൊഴിൽ, ഇൻവെസ്റ്റ്മെൻറ്റ്. ഇതാണ് നറേറ്റീവ്. ഇതാണ് ഈ വികസിത് ഭാരതം, വികസിത് കേരളത്തിൻ്റെ ഒരു നറേറ്റീവ്. എൻ്റെ ഫീലിങ്ങിലും എൻ്റെ ഒരു തോട്ട് പ്രോസസ്സിലും BJPയിലെ തോട്ട് പ്രോസസ്സിലും ഒരു കോൺട്രഡിക്ഷനും ഇല്ല. നമ്മൾ ചെയ്യുന്നത് എല്ലാം ഡൽഹിയിൽ നിന്ന് പഠിച്ച് എല്ലാവരും ചെയ്യുന്നത് ഒരേ സമാനം ഇങ്ങനെ ഒരു വികസനത്തിൻ്റെ ഒരു നറേറ്റീവ് എല്ലാ വീട്ടിലും കൊണ്ടുപോയി, എല്ലാ യുവാക്കളും കൊണ്ടുപോയി ഇവിടെ മാറ്റം കൊണ്ടുവരാൻ ഒരു അവസരം തരുന്നതാണ് ഞങ്ങൾ നറേറ്റീവ്. ഞങ്ങളുടെ ടീം എന്തായിരിക്കും എന്നുള്ള ഒരു ടീമാണ് എൻ്റെ ഒരു ടീമും ഒരു BJPൻ്റെ ടീമുണ്ടാവും. അത് എൻ്റെ ടീമാണോ വേറെ ആരുടെ ടീമോ അങ്ങനെ ഒരു ടീമും ഇല്ല. ഒരു ടീമുണ്ടാവും. ആ ടീമിൽ ഞങ്ങളുടെ ലീഡർഷിപ്പ് ടീമും എല്ലാവരും ഇരുന്ന് തീരുമാനിച്ച് കൂടെ കൊണ്ടുപോകുന്ന ഒരു ടീമായിരിക്കും. അതിൽ പുതിയ ടീമോ പഴയ ടീമോ ഒന്നും ഉണ്ടാവും. അങ്ങനെ അവസാന ചോദ്യം, തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരാൻ പോകുന്നു. എന്താണ് ഇലക്ഷൻ, ഈ പാർലമെന്ററി പൊളിറ്റിക്സ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ താങ്കളുടെ ലക്ഷ്യം എന്താണ്? എന്താണ് അങ്ങയുടെ സ്ട്രാറ്റജി? ഞാൻ ഇന്ന് പറഞ്ഞല്ലോ, ഞങ്ങളുടെ ഐഡിയോളജിക്കൽ ഒരു ലക്ഷ്യം, ഒരു ദൗത്യം എന്ന് പറയുന്നത് ഇവിടെ മാറ്റം കൊണ്ടുവരാൻ, നമ്മുടെ കേരളനെ ഒരു പുതിയ ട്രജക്ടറിയിൽ, ഒരു വികസിത കേരളത്തിൻ്റെ ട്രജക്ടറിയിൽ ഇടാനാണ്. അതിനുവേണ്ടി അധികാരത്തിൽ കൊണ്ടുവരാൻ BJP NDA സർക്കാർ ഉണ്ടാക്കാൻ അത് മാത്രം ഒരു വഴിയാണ് ഈ മാറ്റം കൊണ്ടുവരാൻ. അതുകൊണ്ട് അധികാരം പിടിക്കണം, അധികാരം കിട്ടണം. അതാണ് എനിക്ക് തന്ന ഒരു ദൗത്യം എൻ്റെ ഹൈക്കമാൻഡെന്ന്. അത് കിട്ടുന്നവരെ ഞാൻ ഇവിടുന്ന് പോവില്ല എന്ന് ഞാൻ ഇന്ന് രാവിലെ എല്ലാവരോടും പറഞ്ഞു. എല്ലാവിധ ആശംസകളും. തീർച്ചയായും അധികാരം പിടിക്കുന്നത് വരെ എന്തായാലും കേരളത്തിൽ കേന്ദ്രീകരിച്ച് തന്നെ പ്രവർത്തിക്കും. അതാണ് തനിക്ക് തന്ന ദൗത്യം എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. എല്ലാവിധ ആശംസകളും. അദ്ദേഹത്തിന് നല്ലൊരു തുടക്കം കേരളത്തിൽ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. എസ് ശ്രീകാന്ത്, 24 തിരുവനന്തപുരം.